ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു അപ്പം കൂടിയാണിത്. ഇതിനകത്ത് നമ്മൾ ഈനോ സോൾട്ട്, ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ സമയമില്ലാത്തവർക്ക് ഞാൻ വേറൊരു മെത്തേഡും കൂടെ പറയുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. ഇതിനകത്ത് ചെറുപയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറുപയറിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയോ കറിയോ ഒന്നും ആവശ്യമില്ല. അതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. കാണാനും നല്ല കളർഫുള്ളാണ്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ചനാ ദാൽ. അത് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പച്ചരി. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നോർമൽ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1/2 കപ്പ് ചെറുപയറാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഞാനിപ്പം ഇതിവിടെ 5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് രാവിലെയാണ് കുതിർത്തി വയ്ക്കുന്നതെങ്കിൽ രാത്രി അരച്ച് വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതല്ല ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കണേ എന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്തി വയ്ക്കാം. എന്നിട്ട് രാവിലെ അരച്ച് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ നന്നായി ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് അരയ്ക്കാനായിട്ട് ഇതേ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി രാത്രി നമ്മൾ ചെറുപയർ വെള്ളത്തിലിടുവാണെങ്കിൽ ഇത് ചിലപ്പം ചെറുതായിട്ട് മുളച്ച് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ് അങ്ങനെ വരുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യം വരത്തില്ല. നമ്മൾ കുതിരാനിട്ട അതേ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ സാധനങ്ങൾ വേണം. പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 4 ചെറിയ ഉള്ളിയാണ്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കണം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ സോൾട്ടോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ 5 മണിക്കൂറായപ്പോഴത്തേക്കും ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പെല്ലാം കറക്റ്റ് പാകമായിരുന്നു. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഞാനിതുപോലെ ചെറിയ കട്ടോരിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തേച്ച് കൊടുക്കുക. നെയ്യ് തേച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. പകുതിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ പകുതിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 6 എണ്ണം വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾക്കിത് 2 ട്രിപ്പിന് ഉണ്ടാക്കാനുണ്ടായിരിക്കും. അതായത് 12 എണ്ണം ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ഈ പാത്രം കുറച്ച് ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് തീ കൂട്ടി വെച്ച് വേവിക്കുക. സ്റ്റീമറിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതെല്ലാം വെന്തിട്ടുണ്ട് നല്ലപോലെ. ഒരു ടൂത്ത് പിക്ക് വെച്ച് അങ്ങാനൊന്ന് കുത്തി നോക്കിയാൽ മതി. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട്. ചൂടോടെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പോവും. ഇത് മാറ്റി വെച്ച് നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം ഏതാണ്ട് ചൂടാറിയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ്. ഇതേപോലെ സൈഡിൽ ചെറുതായിട്ടൊന്ന് വിടുവിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലോട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി. നമ്മളിതിനകത്ത് നെയ്യെല്ലാം തേച്ച് കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഒരുപാട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതേപോലെ കയ്യിലോട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി. ഇപ്പം ഇതിവിടെ വിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ വിടുവിച്ചെടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റാണ്. ഈനോ സോൾട്ടും
അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇതൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് സമയമുള്ളവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഈനോ സോൾട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനെല്ലാം ഉണ്ടാക്കി തീർന്നു. ഇനി നമ്മൾക്ക് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് അടുത്ത ചേരുവകൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 3 ഉണക്കമുളകാണ്. എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുമ്പം തീ നന്നായി കുറച്ച് വെക്കണം. വെളുത്ത എള്ള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറിപ്പോവരുത്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം എല്ലാം നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച അപ്പം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചുവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഒന്നും കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതോടെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾക്കിത് സെർവ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്